നമുക്ക് മനുഷ്യരിൽ ഒരുപാട് സ്കിൻ ടോൺസ് ഉണ്ട്. അതിൽ ബ്ലാക്ക് സ്കിൻ ഉണ്ട്, വൈറ്റ് സ്കിൻ ഉണ്ട്. ഇതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കിൻ ഏതാണെന്നുള്ളതാണ് നമ്മൾ എന്താ ചോദ്യം. നമുക്കിവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കാം ഏതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിറം എന്നുള്ളത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇതിൽ ഏതാണ് ഏറ്റവും ഭംഗിയുള്ള നിറം, ആ നിറത്താൻ പറ്റിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ, ചോദിച്ചോ. നമ്മുടെ മനുഷ്യന് ഇപ്പൊ കറുത്ത നിറമുണ്ട്, വെളുത്ത നിറമുണ്ട്. ഇതിൽ ഏറ്റവും ഭംഗിയുള്ള നിറം ഏതാണ്? ഭംഗിയുള്ളത് നിറമല്ല, ഭംഗിയുള്ളത് മനസ്സാണ്. പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്. ഈ രണ്ടിലും ഇപ്പൊ ബ്ലാക്കിനെ അടിച്ചമർത്തുന്ന പോലെ തോന്നുന്നു. ഹൃദയം, സ്നേഹം, അമ്മ, അതൊക്കെ വേറെ. ലുക്ക് വൈസ് ഭാര്യ, സഹോദരി, മനസ്സാണല്ലോ. നല്ല മനസ്സെന്ന് പറഞ്ഞാൽ തങ്കപ്പെട്ട മനസ്സ്, അമ്മ മനസ്സ്, തങ്ക മനസ്സ്, മുറ്റത്തെ തുളസി പോലെ നേരിടില്ല. അതുകൊണ്ട് മനസ്സാണ്. നമ്മൾ കേട്ടിട്ടില്ല നല്ല മനസ്സുള്ള ആ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന സിനിമയെ കണ്ടില്ലേ പണ്ട്? ഈ കറുപ്പും വെളുപ്പും എന്ന് പറഞ്ഞ സാധനമല്ലേ അതിനകത്തുണ്ട്. ഞാൻ എന്ത് കാര്യം പറയാം, ഞാൻ അത്ര വെളുത്തിരുന്ന ആളൊന്നും അല്ല, അല്ലെങ്കിൽ ഇപ്പോഴും അത്ര കളറൊന്നും ഇല്ല. പക്ഷെ കറുത്ത കളറിനോട് അത്ര വലിയ താല്പര്യം ഇല്ല പൊതുവേ. നിനക്ക് കറുത്ത കളറല്ല, നിന്റെ കളർ കണ്ടോ? ഈ ഡാർക്ക് സ്കിൻസിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല. മൊത്തത്തിലൊരു ഇവിടെ ഒത്തിരി പേര് വെളുക്കാൻ നോക്കുന്നത് അതുകൊണ്ടാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഫെയർനെസ് പ്രോഡക്ട്സ് എന്തൊക്കെയാണെങ്കിലും വിറ്റ് പോകുന്നത് ഇന്ത്യയിലൊക്കെയാണ്. അല്ലാത്തടത്തെടുത്ത് ഇത് പോകുന്നൊന്നുമില്ല. അതിൻ്റെ അർത്ഥം നമുക്കെല്ലാം ഇച്ചിരി കോംപ്ലക്സ് ഉണ്ട്. പിന്നെ പോരാത്തിന് ആൾക്കാരുടെ താല്പര്യം അതായത് കൊണ്ടാണല്ലോ ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇപ്പോൾ കറുത്തവരോട് ഭയങ്കര താല്പര്യമാണെങ്കിൽ പിന്നെ എല്ലാവരുടെ കറക്കാനുള്ള ക്രീം മേടിച്ച് കേൾക്കത്തില്ലേ? അത്രയും പ്രശ്നങ്ങളുണ്ട്. പിന്നെ കറുപ്പിനോട് പ്രത്യേക പ്രശ്നം ഉണ്ടാകും. കാരണം ഡാർക്ക്, ഞാൻ ഈ കറുപ്പെന്ന് പറയത്തില്ല, ഡാർക്ക് സീൻ എന്ന് പറയത്തില്ലേ, അതായത് ഒരു ഇച്ചിരി രാത്രി ആയി കഴിഞ്ഞാൽ ഡാർക്കായി. ഈ ഡാർക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കറുത്ത സാധനങ്ങളൊന്നും പെട്ടെന്ന് കണ്ണി പിടിക്കത്തില്ല. ഇപ്പോൾ ഒരു 6-7 മണി കഴിയുമ്പോൾ തന്നെ ഡാർക്ക് സ്കിൻ ഉള്ളവരെ കാണാൻ കിട്ടത്തില്ല. ഇപ്പം നമ്മൾ ഈ വസ്ത്രമൊക്കെ ഇട്ടിട്ടുള്ള ഒരു കാലത്തെ പറ്റിയല്ലേ അറിയത്തുള്ളൂ. മനുഷ്യൻ കുറേ വർഷങ്ങൾ തുണിയില്ലാതൊക്കെ നടന്നിട്ടില്ലേ. അപ്പോൾ ഒരു സമയം കഴിഞ്ഞാൽ കാണാൻ പറ്റാതെ ഒരാൾ പെട്ടെന്ന് വന്ന് ഞെട്ടുക, കരിമ്പുലി, കരിമൂർക്കൻ, ഇങ്ങനെ കുറേ കരി എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട്. കത്തിക്കരിയുക. പിന്നെ വേറൊരു അലേർട്ടൂടെ ഉള്ളത് നമ്മുടെ ബ്രെയിൻ എന്താണെന്ന് വെച്ചാൽ ചീഞ്ഞ സാധനങ്ങൾ അത് കാണുമ്പോൾ കറുത്തിരിക്കും, അതെടുത്ത് തിന്നരുത്. വിഷം, അങ്ങനത്തെ സാധനം. വിഷം എല്ലാം കറുപ്പല്ല എങ്കിൽ പോലും സിനിമയിലൊക്കെ അങ്ങനെ അതിന് മുമ്പേ ഇതായി കഴിഞ്ഞു. ഈ ഡാർക്ക്നെസ്സിനെ പേടിയാണ്, ഇരുട്ടിനെ എല്ലാവർക്കും പേടിയാണ്. ആ ഇരുട്ടത്ത് കാണാൻ കൂടെ കിട്ടുന്നില്ല, മനസ്സിലായി? മറ്റൊരു ചന്ദ്രൻ്റെ വെളിച്ചമൊക്കെ ഉണ്ടാകത്തുള്ളൂ. ആ വെളിച്ചത്ത് വെളുത്തൊരാളെ നല്ലപോലെ കാണാൻ പറ്റും, പക്ഷെ കറുത്തൊരാളെ കാണാൻ പറ്റത്തില്ല. ആകെ പേടിച്ചു പോകും. നമ്മളൊക്കെ രാത്രി ഇറങ്ങി നടന്നാണല്ലോ. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ സെനകൾ മരിച്ചുപോയി. അവനെ സെനകൾ എന്നാണ് വിളിക്കുന്നത്. അവന് ഭയങ്കര കറുപ്പ, കട്ടക്കറുപ്പ. അവൻ രാത്രി ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞിട്ട് രാത്രി നമ്മളോട് നിൽക്കുമ്പോൾ അവൻ തൊട്ടിപ്പുറത്ത് വന്ന് പേടിപ്പിക്കാൻ മനഃപൂർവ്വം നിൽക്കും. അവനെ മാത്രം കാണത്തില്ല. ചെറിയ വെളിച്ചത്തിൽ എന്നെയൊക്കെ കാണാൻ പറ്റും, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ. പക്ഷെ ഇവനെ അതിനകത്തും കിട്ടത്തില്ല. ഇവൻ നല്ല അടിപൊളി. ഇവൻ അടുത്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ മുട്ടി നിൽക്കും. ആരും അറിയത്തില്ല. പെട്ടെന്ന് നമ്മൾ തിരിഞ്ഞൊക്കെ നോക്കുമ്പോൾ എന്തോ ഒരു അനക്കം പോലെ ഒരാൾ ഇപ്പുറത്ത് നിന്ന് ഇങ്ങനെ അവനെ കണ്ണ് പല്ലൊക്കെ കാണിക്കും. അപ്പോഴാണ് ആളെ കാണുന്നത്. അത്രയും ഡിഫറൻസ് ഉണ്ട് ഈ വെളുത്തവർ കറുത്തവരൊക്കെ തമ്മിൽ. അപ്പോൾ വെളുത്ത് നിൽക്കുന്ന സാധനം ബ്രൈറ്റ്, മനസ്സിലായി? ബ്രൈറ്റ്, ഓൾ ബ്രൈറ്റ് ഇല്ലേ നമ്മുടെ ആറാറിൻ്റെ മാനേജർ, അവൻ ആ ബ്രൈറ്റ് ആയിട്ടുള്ള സാധനങ്ങളോട് വലിയൊരു അട്രാക്ഷൻ ഉണ്ട് എന്തിനും. അതുകൊണ്ടൊക്കെ ഉള്ളതാണ്. പിന്നെ ഞാൻ ഒരു നിസ്സാരമായിട്ട് കാര്യം പറയാം. ഇപ്പോൾ ഒരു വെളുത്ത ആൾക്കാരുള്ളൊരു ഒരു ദ്വീപ്, ആ ദ്വീപിലേക്ക് പെട്ടെന്ന് ഒരു കറുത്ത കുഞ്ഞായിരിക്കും, ക്യൂട്ടൊക്കെ സംഭവമൊക്കെ ശരിയാ. പക്ഷെ പെട്ടെന്ന് ഈ കറുത്ത സാധനം കയറി വന്നാൽ ഇവർക്ക് പേടിയുണ്ടാവും, മനസ്സിലാവും? അവർ വെളുത്തിട്ട് ബ്രൈറ്റായിട്ട് നിൽക്കുന്നതെല്ലാം കണ്ടിട്ട് പെട്ടെന്ന് ഈ സാധനം ഇങ്ങനെ കറുത്തൊരു സാധനം വരുമ്പോൾ അവർ വെറുതെ പേടിക്കുക. അതിനകത്ത് കുഞ്ഞാണോ വലുതാണോ നമ്മൾ ഈ പറയുന്ന പോലെ വേറെ ഐഡിയ ഒന്നും വേണ്ട. അതേസമയം നേരെ തിരിച്ചിപ്പോൾ കറുത്തവർ മാത്രമുള്ളൊരു സ്ഥലത്തോട്ട് ഒരു വെളുത്ത കൊച്ചി ഇങ്ങോട്ട് കയറി ചെന്നാൽ ചിലപ്പോൾ അവർ ക്യൂട്ട്നെസ് എന്ന് പറഞ്ഞ് ഓടി എടുക്കാനുള്ള സാധ്യതകളുണ്ട്. കറുത്തവർ ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവിക്കും. അതിന് കാരണം മൊത്തത്തിൽ ഈ മനുഷ്യന്റെ സൈക്കോളജിയിലൊക്കെ അല്ലല്ല അങ്ങനെ ഇതൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇല്ല, ഇരുട്ടിനെ എല്ലാവർക്കും ഒരു സ്വാഭാവിക പേടിയുണ്ട്. ഇരുട്ടത്ത് നടക്കുമ്പോൾ തട്ടും മുട്ടും നമുക്ക് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ നമ്മൾ അനുഭവിക്കത്തില്ലേ? അതിനിടയിൽ ഈ ഇരുട്ടിനെ പേടിച്ചിട്ട് ഡാർക്കിനെ പേടിച്ച് കറുപ്പിലോട്ട് എത്തുന്ന ഇത്. അല്ല, നമ്മളാരും പറയുന്ന പോലെ കറുപ്പ് മോശം എന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ കറുപ്പിനോടൊരു ബന്ധവും ഇല്ലെന്ന് വിചാരിക്കും. പഠിച്ചിട്ടേ ഇല്ല, ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ കറുത്ത സാധനങ്ങൾ കാണുമ്പോൾ ഇങ്ങനത്തെ അലേർട്ട്സ് ഉണ്ട് നമുക്ക്. കരിഞ്ഞത്, ചീഞ്ഞത്, അല്ലെങ്കിൽ കറുത്തത് ഈ പറഞ്ഞ കാണാൻ കിട്ടാത്ത സാധനങ്ങൾ. അത് വെള്ളപ്പെട്ടിയും കറുത്ത പട്ടിയുടെ രാത്രി നിന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു സന്ധ്യ വാങ്ങി കഴിഞ്ഞാൽ കറുത്ത പട്ടിയെ കാണത്തില്ല. കാട്ടിനകത്ത് നിന്നൊക്കെ പെട്ടെന്ന് ആടി വരുന്നുണ്ട്, അവൻ ഞെട്ടുക ചെയ്യുന്നത്. പക്ഷേ വെള്ളപ്പെട്ടിയാണ് അതുവഴി പോയാൽ അറിയാൻ പറ്റും, നമുക്ക് ഇച്ചിരി ദൂരത്തു നിന്നേ കാണാൻ പറ്റും വെളുത്ത സാധനം മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ കറുത്തത് മൂവ് ചെയ്ത് അറിയത്തില്ല.
അതൊത്തിരി അടുത്ത് വരണം. അപ്പോൾ ഈ കറുത്ത സാധനം കൊണ്ട് മൊത്തത്തിലൊരു പേടിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മനുഷ്യന് മാത്രമല്ല, മൃഗങ്ങൾ, ഈ കാക്ക ഇതിനെയൊക്കെ വെറുതെ പേടിക്കുക. അപ്പോൾ പേടിക്കുന്നതല്ല, ഒരു അകൽച്ചയുണ്ട്. ഈ സത്യഭാമയുടെ ഇഷ്യൂ വന്നപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തായിരുന്നു, കറുത്തവര് ഭംഗിയുള്ളവരാണെന്നൊക്കെ അതൊക്കെ ചുമ്മാ പറയുന്നത് കള്ളത്തരവാ. ശരിക്കും ആക്ച്വലി എല്ലാവരും ഉള്ളിലുള്ള സംഭവം തന്നെയാണ് ഈ സത്യഭാമ. പോട്ടെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിനക്ക് കറുത്ത വെണ്ണയാണോ വെളുത്ത വെണ്ണയാണോ ഇഷ്ടം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു വെളുത്ത വെണ്ണയോട് താല്പര്യം കൂടുതലുണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മളെല്ലാവരും പറയും, പക്ഷേ ഈ കറുത്തൊരാൾക്ക് പോലും വെളുത്ത വെണ്ണിനെ ഇഷ്ടം, അല്ലെങ്കിൽ വെളുത്തൊരു ചെറുക്കനെ വെണ്ണിന് ഇഷ്ടം, എല്ലാം വെളുത്തവരെ തന്നെ ഇഷ്ടം. നമ്മളിനി ഇടയ്ക്ക് എല്ലാവരും ഭയങ്കര ബുദ്ധി ഉപയോഗിച്ച് ഇതൊക്കെ മാറ്റിയിട്ട് ഒരു ഓറിയൻറ്റേഷൻ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്ന പോലെയുള്ള ആൾക്കാർ മാത്രമേ ഈ കറുത്തതിനോടൊക്കെ, അല്ലെങ്കിൽ കറുപ്പ് ഡാർക്ക് സ്കിന്നോടൊക്കെ ഇച്ചിരി താല്പര്യം കാണും. ടാൻ സ്കിൻ വരെ ഓക്കെയാണ്. ടാനൊക്കെ എല്ലാവർക്കും പിടിക്കും, ഭയങ്കര ഫീച്ചേഴ്സ് ഉണ്ട്. ഫോട്ടോഗ്രാഫി മറ്റേ മോഡലിങ്ങിനൊക്കെ വരുമ്പോൾ ടാനിന് കുറേ കൂടെയൊക്കെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുക, പല കോസ്റ്റ്യൂംസ് ചേരുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മളിപ്പോൾ മെജോറിറ്റി ആൾക്കാരുടെ അടുത്ത് കഴിഞ്ഞ് ഇവർ പറയാത്തവരൊക്കെ കാണും. പറയത്തില്ലെന്നേ ഉള്ളൂ, പക്ഷെ അവർക്ക് താല്പര്യം വെളുത്തത് തന്നെ ആയിരിക്കും. മനസ്സിലായി? അത് കറുത്താണേലും വെളുത്താണേലും വെളുത്തിനോട് കൂടുതൽ താല്പര്യം ആളുകൾക്കുണ്ട്. അപ്പോൾ കറുത്തിരുന്നത് കൊണ്ട് കറുത്തതിനെ പോയി അങ്ങ് നോക്കുന്ന ആൾക്കാരൊന്നും ഇല്ല. മനസ്സിലായി? വെറുതെ ഓരോരുത്തർ പറയും, ചുമ്മാ കുറേ പേര് വെറുതെ പറയും, കുറേ പേര് അതിനോട് താല്പര്യമുള്ളവരുണ്ടാവും. അതിപ്പോൾ പലതിനോടും താല്പര്യം വ്യത്യാസങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വ്യത്യാസം മാത്രമാണ്. പൊതുബോധത്തിൽ അതല്ല. മനുഷ്യന്മാരിൽ ഇപ്പൊ കറുത്ത നിറമുണ്ട്, വെളുത്ത നിറമുണ്ട്. ഇതിൽ ഏറ്റവും ഭംഗിയായിട്ട് ഉള്ള നിറം ഏതാണ്? സത്യത്തിൽ എൻ്റെ നിറം കറുപ്പായതുകൊണ്ടാണോ സാറി ചോദിക്കുന്നത്? അല്ല അല്ല, കാരണം എന്ന് വെച്ചാൽ ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു, ഇവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇൻ്റർവ്യൂ നടക്കുന്നത് ശ്രദ്ധിച്ചായിരുന്നു. വെളുത്തവരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഞാൻ കണ്ടായിരുന്നു. പക്ഷേ എല്ലാം മനസ്സിലായി. ഇപ്പം എൻ്റെ ഈ ദേഹം കറുത്തായതുകൊണ്ടാണ് സാർ അങ്ങനെ ചോദിക്കുന്നത്? പിന്നെന്താണ്? എന്തുകൊണ്ട് ഈ കറുപ്പിനാണോ ശരിക്കും പറഞ്ഞ, വെളുപ്പിനാണോ ശരിക്കും പറഞ്ഞ ഈ ഭംഗി കൂടുതൽ? അത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കറുപ്പായതുകൊണ്ട് പറയില്ല, കറുപ്പിന് തന്നെയാണ്. വെളുപ്പ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എൻ്റെ കയ്യിൽ വേണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഫെയർ ലെവൽ ചോദിച്ചു കഴിഞ്ഞാൽ വെളുക്കും. അത് കഴുകി കളഞ്ഞാലോ? അല്ല സുഹൃത്തെ, വെള്ള സുഹൃത്തെ, ഇവിടെ നിൽക്ക്. അത് കഴുകി കളഞ്ഞാലോ? പോവും. പിന്നെ വീണ്ടും കറുപ്പ് വരും, അല്ലേ? അപ്പം അത് ഈ കറുപ്പ് എന്ന് പറഞ്ഞാൽ എത്ര ഇത് കഴുകിയാലോ കറുപ്പ് തന്നെ ആയിരിക്കും. അപ്പോൾ കറുപ്പെന്ന് പറഞ്ഞ സത്യമുണ്ട് അതിനകത്ത്. നമ്മുടെ കല്യാണം ആലോചിക്കുമ്പോ ചെക്കന് നിറവില്ല അല്ലെങ്കിൽ പെണ്ണിന് നിറവില്ല എന്നൊക്കെ പറഞ്ഞ് അവഹേളനം കറുപ്പിനുണ്ട്. എന്താണ് അഭിപ്രായം? അത് പൊട്ടത്തരാണ്. കാരണം എന്ന് വെച്ചാൽ ഭംഗി നോക്കി ഒരിക്കലും നമ്മൾ കല്യാണം കഴിക്കരുത്. സൗന്ദര്യം ഉള്ളിൻ്റെ ഉള്ളിലെ പുള്ളി എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. വെളിയിൽ വെളുപ്പായിരിക്കും, ഉള്ളിൻ്റെ ഉള്ളിലോ കറുപ്പാണെന്ന് അറിയാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ കറുപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ കറുപ്പുള്ളവർ ചിലപ്പോൾ ഒരു പണ്ട് ഒരു ഗാനമേള നടക്കുന്ന സമയത്ത് ഒരു കറുപ്പായ ഒരു ചേച്ചി വന്ന് പാട്ട് പാടാൻ നിന്നു, കറുത്ത്. അപ്പോൾ അന്നേരം ആൾക്കാരെല്ലാം കൂവി, ഓ എന്നാടി ഇത് ആദിവാസിയാണോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കി. പക്ഷെ പുള്ളിക്കാരി അന്നേരം നമസ്കാരം പറഞ്ഞു, എൻ്റെ പാട്ട് ഇഷ്ടമാവണമെന്ന് കൈയടിക്കണോണ്ട് ചെറിയൊരിന്ന് പറഞ്ഞു. ഇവർ പാട്ട് പാടി, ഒരു ഇല വീണാൽ പോലും അവിടെ സൗണ്ട് കേൾക്കണില്ല. ആൾക്കാർ നിശബ്ദമായിട്ട് ആ പാട്ട് കേട്ടിരുന്നു. ഒരാൾ സ്റ്റേജിൽ പോയിരുന്ന് കരഞ്ഞു എന്നുണ്ട്, കാരണം അതുപോലെ പാടി. അപ്പം അളക്കുന്നത് തെറ്റാണ്, കറുപ്പ് വെളുപ്പം എന്നുള്ളത്. കാരണം നെൽസൺ മണ്ടേല കറുപ്പായിരുന്നു, അറിയാലോ. അബ്ദുൽ കലാം, ഗാന്ധിജി, അല്ലേ? അങ്ങനെ നമ്മൾ എന്താ പറയുക, എല്ലാവരും കറുത്തവർ എൻ്റെ വെളുത്തവരുണ്ട്. വെളുപ്പെന്ന് പറഞ്ഞാൽ ചില ഹോർമോണിൻ്റെയാണ് വെളുത്ത് വരുന്നത്. അപ്പം മണിച്ചേനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാം. ഇപ്പൊ ദിവ്യ ഉണ്ണി എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിനെ ഇപ്പോൾ ചിലവര് തേജോവധം ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അത് തെറ്റാണത്. കാരണം ഈ ദിവ്യ ഉണ്ണി ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്ന് പോലും നമുക്ക് ആർക്കും അറിയില്ല. ഉണ്ടോ? ചിലപ്പോൾ അവർക്ക് ആ ഒരു സിനിമ എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ തിരക്കിലായിരിക്കും. അപ്പോൾ ഈ മെനഞ്ഞെടുത്തൊരു കഥയായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു കറുത്ത നടനായ മണിച്ചേൻ്റെ കൂടെ അഭിനയിച്ചില്ല, അവരെന്ത് പോസ്റ്റ് ഇട്ടാലും ആളുകൾ വന്ന് കമൻറ്റ് പറയുന്നുണ്ട്. സത്യാവസ്ഥ നമുക്കറിയോ? നമുക്കറിയില്ല, ഒരിക്കലും അറിയില്ലോ, സത്യാവസ്ഥ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരെയും സത്യം അറിയാണ്ട് പരിഹസിക്കരുത്, അല്ലേ? കലാഭമണി എന്ന് പറയുന്ന ഒരു ആക്ടർ മാത്രം നമ്മുടെ മലയാളത്തിൽ ഒരു നടനായിട്ടുള്ള രീതിയിൽ ഉയർന്നു വന്നിട്ടുള്ളൂ. നമ്മുടെ മനോജ് കെ ജയൻ ചേട്ടനൊക്കെ കറുപ്പാണെങ്കിൽ നമുക്ക് അത്യാവശ്യം റീച്ചുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഉണ്ട്. മണിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ നിൽക്കുന്ന ഒരു ആളായിരുന്നു. വെച്ചാൽ എല്ലാവരെയും ഇന്നും അന്നും എന്നും, അല്ല, ഇപ്പോഴും മണിച്ചേട്ടൻ്റെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ലവ് ചിഹ്നം ഇടും. മരിച്ചിട്ടില്ല, നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള രീതിയിൽ. കാരണം അതുപോലെ മണിച്ചേട്ടനെ സ്നേഹിക്കുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ നമ്മുടെ മണിച്ചേട്ടനെ കേൾക്കുന്നത് ബൈക്കുച്ചാണ്ടേ പാണങ്കത്തിനുമ വാഴല പൊട്ടിച്ചി പാപ്പണ്ടാക്കിണുമ. അപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഒന്ന് സങ്കടം വരുന്നതുകൊണ്ടാണ്. ആ മണിച്ചേട്ടൻ പാടിയുണ്ടോ? വേറെ ഗായകൻ പാടിയെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യില്ല, അല്ലേ? അദ്ദേഹം ചില സമയത്ത് പറയേണ്ട നാവിൻ്റെ തുമ്പിൽ ഗുളികനിരിക്കുന്നു പറഞ്ഞ പോലെ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മണിച്ചേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മരിക്കുമ്പോഴായിരിക്കും ജനങ്ങൾ അംഗീകരിക്കണമെന്ന്.
അല്ലേ? അതുപോലെ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്നാ ജനാവലിയായിരുന്നു, അവിടെ നിൽക്കാൻ പറ്റുമോ? അതുപോലത്തെ ജനാവലിയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്നാ ആയുടെ ഒരു പാട്ട് ഇറങ്ങിയായിരുന്നു. ആ പാട്ട് അതുപോലെ തന്നെ അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ ആ പാട്ട് യോജിക്കുന്നത് നേരെ പടിഞ്ഞാറ് സൂര്യൻ താനേ മയങ്ങുന്ന സൂര്യൻ ഇന്നലെ ഈ തറവാട്ടിൽ തത്തിക്കളിക്കുന്ന പൊൻസൂര്യൻ, ഇങ്ങനെ പാട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അർത്ഥം ഉള്ള വരികളും ചിലർ പറയുമ്പോൾ ഗുളികന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം കറുപ്പിന് എനിക്ക് പറയാം, കറുപ്പ് നല്ലത് തന്നെയാണ്. കറുത്തിരിക്കുന്നു വെച്ച് ചിലവർ പറയുന്നുണ്ട് ഞാൻ ദൈവമേനെ ഞാൻ കറുത്തായി പോയല്ലോ എന്ന് പറഞ്ഞ് മനം നോങ്ങുന്ന ആൾക്കാരുണ്ട്. അവരോടൊന്നേ പറയുള്ളൂ, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊന്നും ഉണ്ടാകാണ്ടിരിക്കട്ടെ, ആയുസ്സോ അറിയോ നിന്ന് മുന്നോട്ട് പോകട്ടെ. അപ്പോൾ കറുപ്പ് ആണെങ്കിൽ നമ്മൾ ആ കറുപ്പിൻ്റെ രീതിയിൽ അണിഞ്ഞൊരുക്കി പോയി ഒരു കുഴപ്പമില്ല, അല്ലേ? മേക്കപ്പ് ആണെങ്കിലും വെളുക്കാൻ വേണ്ടിയുള്ള മേക്കപ്പ്, വെളുക്കാൻ നേരത്തെ പാണ്ടായെന്ന് പറയും, പിന്നെ വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറയും. വെളുക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ ബ്യൂട്ടി പാർലർ ആയാലും എവിടെയായാലും. തീർച്ചയായിട്ടും അതൊക്കെ ഇപ്പം എൻ്റെ മുടി ഞാൻ വെട്ടിക്കളഞ്ഞുകൊണ്ട് അറിയില്ല. ആ മുടി ഉള്ളപ്പോൾ ഒരു ദിവസം പെരേര് ഞാനൊക്കെ പോയിട്ട് ഇങ്ങനെ മുടി ഒന്ന് ഇതാക്കി വെച്ചു. ഞാൻ വീട്ടിൽ വന്ന് കുളി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മുടി എൻ്റെ പഴയ പോലെ ആയി. അതാണ് മേക്കപ്പ്. ഒന്ന് മോൻ കഴുകി കഴിഞ്ഞാൽ തീർന്നു, ആണോ അല്ലയോ? അപ്പോൾ കറുപ്പെന്ന് പറയുമ്പോൾ ഒന്ന് മോൻ കഴിയാൽ അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും, ഇല്ലേ? ഇപ്പൊ കറുപ്പ് എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ ആ കറുപ്പിലുള്ളവർക്ക് നല്ല അഴക് തന്നെയാണത്, അല്ലേ? മഞ്ജു വാര്യർ കറുപ്പല്ലേ? ഇരുന്നരമായിരുന്നു. ഇപ്പൊ നമ്മൾ അത് സ്കിന്ന് ചിലപ്പോൾ വെളുത്തു വന്നതായിരിക്കും. ആദ്യം സല്ലാബൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ മഞ്ജുച്ചേക്ക് ഏകദേശം ഒരു ഇതായിരുന്നു സ്കിന്നിന്. പിന്നെ ഭാവന ചേച്ചി നമ്മൾ എന്ന് പറഞ്ഞ സിനിമ, നമ്മൾ മേക്കപ്പ് ആണെങ്കിലും ആ രൂപത്തിലായിരുന്നു, ഒരു ഇരുന്നറായിരുന്നു. അപ്പോൾ സിനിമ ചെയ്ത് വന്നു കഴിയുമ്പോൾ അവർ സ്ഥിരം മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു ഇപ്പം എൻ്റെ ഇങ്ങനെ ഡെയിലി മേക്കപ്പ് ചെയ്ത് വരുമ്പോൾ വെളുപ്പ് വരും. സത്യമല്ലേ? ആണോ അല്ലയോ? അപ്പോൾ ഇദ്ദേഹം ഒരു 10 ദിവസം മേക്കപ്പ് ഇട്ട് പോയി നോക്കി, ഞാൻ കാണുമ്പോൾ ഇത് ആരത്, സിനിമയിലുള്ള ആളാണോ, കൊച്ചിനെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഞാൻ ചോദിച്ചു. സത്യമല്ലേ? ഇപ്പോൾ കറുപ്പിനെ കുറിച്ച് ചോദിക്കാൻ എന്താ കാര്യം? ആരെങ്കിലും ചോദിച്ചോ കറുപ്പിനെ കുറിച്ച്? അങ്ങനെയല്ല, കറുപ്പിനെ കുറിച്ചുള്ളൊരു എനിക്ക് അഭിമാനം. ഞാൻ കറുത്തായിട്ട് ജനിച്ചില്ല, അഭിമാനം തന്നെ. കാരണം വെച്ചാൽ അല്ലേ, എനിക്ക് അഭിമാനം തന്നെയാണ്. പക്ഷേ പെരേര വെളുത്താന്ന് പറഞ്ഞു, എനിക്കിത് വെളുത്തായിട്ട് തോന്നല്ല. പെരേര വെളുത്താന്ന്, പക്ഷെ പെരേര വെളുത്താന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. പക്ഷെ ഇത് അപ്പോൾ ഒരു മിനിറ്റ്, ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല വെളുപ്പാന്ന്. തോന്നിയിട്ടുണ്ടോ? വെളുപ്പെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ ഇല്ല എന്ന് പറ, ഉണ്ടോ ഇല്ലെന്ന് പറ. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ? പെരേര വെളുത്താണോ? ബ്രൗൺ. എന്നിട്ട് ഇത് ഇവൻ പറഞ്ഞ ഞാൻ വെളുത്ത് സുന്ദരനാണ്, അംഗീകരിക്കാൻ പറ്റുമോ? മനസ്സിനാണ് സൗന്ദര്യം വേണ്ടത്. അല്ല, ഞാനൊരു ഞാൻ ചോദിച്ചത് കറുപ്പിനാണോ വെളുപ്പിനാണോ ശരിക്കും? ശരിക്കും ഓരോരുത്തരും മനുഷ്യന്മാരാണ്. കറുത്താണെങ്കിലും വെളുത്താണെങ്കിലും എല്ലാവരും മനുഷ്യന്മാരാണ്. ഒരു ബ്ലഡ്, ഒരു കത്തി കൊണ്ട് കയറി കഴിഞ്ഞാൽ ബ്ലഡ് വരും. ഞാൻ ഇപ്പൊ പുള്ളി പറഞ്ഞ പോലെ ഞാൻ വെളുത്താന്ന് പറയും, പുള്ളി പറയുന്നുണ്ട് എഴുതിയാ മനസ്സിൽ ഓർത്തു. അപ്പൊ ബ്ലഡ് എല്ലാവരുടെയും ഇപ്പൊ ചേട്ടന്റെ ബ്ലഡ് വരച്ചാലും ബ്ലഡ് റെഡായിരിക്കും. അപ്പോൾ അതില് കറുപ്പിൽ വെളുപ്പിലൊന്നും നിറത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ കല്യാണം കഴിക്കുമ്പോൾ ഓരോരുത്തരുടെ രീതിയാണ്. ചില ആൾക്കാർ ചില നിറത്തിലുള്ള ആൾ പെൺകുട്ടി കിട്ടണമെന്നുള്ളത്. പിന്നെ ഞാൻ അന്നും ഇന്നും കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ എൻ്റെ സങ്കല്പത്തിലുള്ളൊരു കുട്ടി എന്ന് പറയുമ്പോൾ ഞാനൊരു സിനിമ അറ്റ്മോസ്ഫിയറിൽ ജനിച്ച് വളർന്ന വ്യക്തിയാണ്. ഞാനൊരു സിനിമ കുടുംബത്തിൽ ജനിച്ചതാ. ഒരു സൗന്ദര്യമുള്ള പെൺകുട്ടി എന്ന് പറയുമ്പോൾ താങ്കളുടെ ഒരു ഇതിൽ എങ്ങനെയായിരിക്കും? മനസ്സൊക്കെ വിട്, ലുക്ക് വൈസ് നോക്കുമ്പോൾ എങ്ങനെയാണ് സിനിമാ കുടുംബത്തില് ജനിച്ചത്? അല്ല, എന്റെ തലവട്ടപ്പം ഫിനാൻസ് കൺട്രോളാ കടുവയില. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു, സിനിമയായിട്ട് കണക്ഷൻസ് എന്നാ പറഞ്ഞു. എടാ ഞാൻ പറഞ്ഞോ, കാരണം മനസ്സിലാണ് ഏറ്റവും കൂടുതൽ നിറം വേണ്ടത്. പക്ഷെ ഈ നിറത്തിന്റെ പേരിൽ ഉണ്ട്, എനിക്കുണ്ട്. പക്ഷെ എല്ലാരും ചോദിക്കുന്ന കാര്യം അത് പറ. കാരണം എന്റെ ഫാമിലിപ്പെട്ട് ഇവന്റെ കമന്റിൽ വന്ന ചോദ്യം, ഇവൻ പറയുന്നു എനിക്ക് കറുത്ത പെണ്ണുങ്ങൾ ഇഷ്ടമല്ലെന്ന് പച്ചയ്ക്ക് പറഞ്ഞു. ഇഷ്ടമല്ലെന്ന് ഞാൻ പറയാറില്ലല്ലോ. ഇപ്പൊ ചേട്ടൻ കൈ പിടിച്ച് മസാജ് ചെയ്യാറില്ല. കൈ പിടിച്ച് മസാജ് ചെയ്യാറില്ല. മസാജല്ല, കൈ തലോടാറില്ലേ. ഒരു എന്താ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ്, അല്ലാണ്ട് വേറെ അർത്ഥത്തിലല്ല.
അപ്പൊ ഞാൻ വിഷയത്തിൽ നിന്ന് മാറുന്നു. ഞാൻ പറയുന്നത് താങ്കൾ ഉദ്ദേശിച്ചത് ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ ആയിട്ടുള്ള കാഴ്ചപ്പാടില് എല്ലാ നിറത്തിലെ ആൾക്കാരുമായിട്ട് നമുക്ക് സൗഹൃദം ഉണ്ടാവും. അപ്പൊ അതും പറഞ്ഞ് നമ്മൾ നിങ്ങൾ ലുക്ക് വൈസ് ആയിട്ട് നോക്കുമ്പോ കറുത്ത നിറമാണോ അതോ വെളുത്ത നിറമാണോ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്? ലുക്ക് വൈസ് ആയിട്ട് നോക്കുമ്പോൾ വെളുത്തിട്ടുള്ള ഒരു പെൺകുട്ടികളില്, ആൺകുട്ടികളെ ഏത് ലുക്കും ഓക്കെയാണ്, പക്ഷെ പെൺകുട്ടികൾ എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ആകർഷണം തോന്നുന്നത് വെളുത്ത നിറമുള്ള പെൺകുട്ടിയോടായിരിക്കാം. എനിക്ക് പെൺകുട്ടികൾക്ക് എന്താണ് എനിക്ക് ക്രഷ് തോന്നൂല, ക്രഷ് തോന്നൂല, തോന്നാറുണ്ട്. ക്രഷ് അല്ല, ഒരു ആരാധന തോന്നാറുണ്ട്. മനുഷ്യന്റെ നിറമാണോ ഉദ്ദേശിച്ചത്? മനുഷ്യന്റെ നിറത്തില് ബ്ലാക്ക് ആണോ വൈറ്റ് ആയിട്ടുള്ളതാണോ നല്ല ഭംഗിയുള്ളത്? എനിക്ക് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഇഷ്ടമാണ്. പക്ഷേ എന്താ പറയാ, കൂടുതൽ ആൾക്കാർ വെളുപ്പിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ എനിക്ക് കറുപ്പ് തന്നെ ഇഷ്ടം. കാരണം നമ്മളെ കണ്ണിന് ഭംഗി തോന്നുന്നതല്ല യഥാർത്ഥ സൗന്ദര്യം, മനുഷ്യന്റെ സ്വഭാവവും. പക്ഷെ ഇത് ആരോട് ചോദിച്ചാൽ എല്ലാവരും ബ്ലാക്കിനാണ് ഭംഗി എന്ന് പറയുമ്പോ അപ്പൊ വെളുത്ത ആൾക്കാർ മോശമാണെന്നാണോ? വെളുത്ത ആൾക്കാർ മോശമല്ല, പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെളുപ്പിനാണ് പ്രാധാന്യം നൽകുന്നത്. ഇതിപ്പം അല്ല, എല്ലാവരോട് ചോദിച്ചാലും ബ്ലാക്കിനാണെന്ന് പറയാറ്, അതുകൊണ്ടായിരിക്കും. അത് ചുമ്മാ നമ്പർ അടിക്കുന്ന എല്ലാവരും. ഈ പറയുന്ന ആൾക്കാരൊക്കെ നമ്പരാ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞു, എന്താണെന്നറിയോ, ഈ ചിലർ പറഞ്ഞു നമ്മളിപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന കറുപ്പ് ടീഷർട്ടാ, കറുത്ത കാർ ഇഷ്ടമാണ്, എല്ലാവർക്കും കറുത്ത ഷൂട്ടാവും. അപ്പം മനുഷ്യർ കറുപ്പെന്ന് പറയുമ്പോൾ അധികം ആൾക്കാർ സ്വീകരിക്കത്തില്ല. അവർ എല്ലാവരും പറയും കറുപ്പിനെ ഇഷ്ടമാണെന്ന്, പക്ഷെ ഉള്ളിൽ എല്ലാവരുടെയും ഒരു സത്യഭാമയുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ കല്യാണം ആലോചിക്കുമ്പോ പെണ്ണിന് നിറം കുറഞ്ഞു പോയി അല്ലെങ്കിൽ ചെക്കന് നിറം കുറവാണ്, അത് നമുക്ക് വേണ്ടെന്നൊക്കെ വെച്ച് ഒഴിവാക്കാറുണ്ട് കല്യാണത്തിൽ. അതിനെ പറ്റിയാണ് എന്താണ് അഭിപ്രായം? അത് മോശം അഭിപ്രായമാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരിക്കും പറഞ്ഞാൽ ചിലർ സത്യമാണ്, കറുപ്പ് മാത്രമല്ല ജാതി നോക്കുന്നവരുണ്ട്, മതം നോക്കുന്നവരുണ്ട്, പണം നോക്കുന്നവരുണ്ട്, പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ വെളുപ്പ് ഇത് നോക്കുന്നവരുണ്ട്. അതൊക്കെ ഇടുങ്ങിയ ചിന്താഗതിയാണ്. അതായത് സ്വാർത്ഥ മനസ്സുള്ളവർക്കേ അങ്ങനെ ഒരു ഇതുണ്ടാകത്തുള്ളൂ. അതായത് സ്വാർത്ഥ മനസ്സെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പം ഞാൻ കെട്ടുന്ന ആള് അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ ഇച്ചിരി സൗന്ദര്യം വേണം, അല്ലെ മറ്റുള്ളവർ കണ്ട എന്താ വിചാരിക്കും, അവളെ അല്ലെങ്കിൽ അവൻ്റെ പാർട്ട്ണറെക്കാട്ടി കൂടുതൽ സൗന്ദര്യം വേണം എന്നുള്ളൊരു ബോധ്യം, വിഡിത്തമായ ഒരു ബോധ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പൊ കുട്ടികളൊന്നും കളിക്കാൻ പോവാറില്ല, കറുത്തു പോവും, വെയിലത്ത് ഇറങ്ങിയ കറുത്തു പോവും, നീ പോണ്ട, നീ വെയിലെ കൊണ്ട് കറുത്തു പോകുന്ന അങ്ങനെ പറഞ്ഞിട്ട് അതൊരു നമ്മൾ പണ്ടത്തെ പോലെ കളിക്കാൻ പോലും പിള്ളേരെ വിടുന്നില്ല. ഇപ്പോൾ അത് ചിലർക്കേ ഈ കറുത്തു പോവെന്ന് പറയുമ്പോൾ എന്താ പറയാ, അയ്യോ കറുത്തു പോയി കഴിഞ്ഞാൽ എന്നെ ആരും നോക്കത്തില്ലയോ, അല്ലെ എൻ്റെ സൗന്ദര്യം പോവോ എന്നുള്ളൊരു സംഭവം ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പലരുടെ മനസ്സിൽ. അതുകൊണ്ട് അവർക്ക് പേടിയുണ്ട്. ചില പിള്ളേർ അനുസരിക്കും, ചില പിള്ളേർ അനുസരിക്കത്തില്ല. മനസ്സിലായോ? അങ്ങനെയുണ്ട്. ഇപ്പൊ പ്രായ ഒരാളിപ്പോ നീ പണ്ടത്തെ പോലെ കുറെ നിറമൊക്കെ കുറഞ്ഞു പോയില്ലോടാ, അല്ലെങ്കിൽ നിറമൊക്കെ കുറഞ്ഞു പോയില്ലോടി എന്നൊക്കെ പറഞ്ഞ് അമ്മമാരൊക്കെ കാണുമ്പോ പറയാറുണ്ട്. അതിനെ പറ്റി എന്താ അഭിപ്രായം? അതാണ് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരുടെ മനസ്സിൽ വെളുത്ത ഒരാൾ വേണം. ചിലരുടെ കുടുംബത്തിൽ ചില ആൾക്കാർ സൗന്ദര്യം കാണത്തില്ല, അവരെ ഒറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായി? ഇപ്പോൾ ഒരു മരുമോള് കയറി വരികയാണെങ്കിൽ ചിലപ്പം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, മരുമോള് കയറി വരുമ്പോഴത്തേക്കിന് അതിന് സൗന്ദര്യം ഇല്ലെങ്കിൽ നിറം ഇച്ചിരി കുറവാന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി എന്താണ് നിറം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്? ആ സൂയിസൈഡ് ചെയ്ത് അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, ഈ പഠിക്കേണ്ട പ്രായത്തിൽ പഠിപ്പിക്കുക, അല്ലാതെ കല്യാണം കഴിച്ചു കൊടുക്കുകയല്ല. എന്തും ആയിക്കോട്ടെ, ഒരാൾക്ക് പഠിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനായിട്ട് കുറച്ച് നാളെങ്കിലും അവകാശം കൊടുക്കുക, എന്നിട്ട് ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്യുക. കല്യാണമാണെങ്കിൽ പഠിക്കേണ്ട പ്രായം അല്ലെങ്കിൽ ജോലി ചെയ്യേണ്ട പ്രായത്തെ അതിലേക്ക് വിടുക, അല്ലാതെ കല്യാണം കഴിപ്പിച്ച് വിടുകയല്ല. അതുകൊണ്ടല്ലേ ആ ഒരു കുഞ്ഞിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയത്. ശരിയല്ലേ? ഇപ്പൊ ജനഗണമന സിനിമയിൽ തന്നെ പ്രത്യേകത പറയുന്നുണ്ട്, നിറത്തിന്റെ രാഷ്ട്രീയം എന്നും പറഞ്ഞ് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ അഗ്ലി പേരെന്നും പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. നിറം മാത്രമല്ല മതവും എല്ലാം കുത്തിവെക്കുന്നുണ്ട്. നിറം മാത്രമല്ല മതവും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടെ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല ഉണ്ടാക്കുന്നത് രാഷ്ട്രീയ മതമാണ്. ശരിക്കും പറഞ്ഞാൽ പച്ചക്ക് പറഞ്ഞ രാഷ്ട്രീയ മതം തന്നെയാണ്. പിന്നെ നിറത്തിന്റെ പേരിലും എല്ലാവരും പബ്ലിക്കായിട്ട് പറയും ഈ നിറം ഇല്ലാത്തവരല്ലേ സൗന്ദര്യം ഇല്ലാത്തവരൊന്നും പ്രശ്നമില്ലാന്ന് പറയും, പക്ഷെ ഉള്ളിലെ മിക്ക ആൾക്കാരെ ഉണ്ട്. ഇപ്പൊ സിനിമകളിലായാലും നമ്മുടെ മലയാളത്തിലെ ഒരു തീർച്ചയായിട്ടും ഒന്ന് ഫേമായിട്ട് വന്നിട്ടുള്ളൂ. വേറെ ഇപ്പൊ നമ്മുടെ വിനായകൻ ചേട്ടനെ ആയാലും ഒഴിച്ച് മാറ്റി നിർത്താൻ അതെ കറുത്ത നിറമുള്ള ഒരു ആക്ടറാണ് നമ്മൾ മലയാളത്തിൽ. എനിക്ക് അതിനെ പൊങ്ങി വരാൻ അനുവദിക്കാത്തൊരു സംഭവമുണ്ട്. അല്ല, ഞാൻ അത് എടുത്തു നോക്കണം. മലയാള സിനിമയുടെ ചരിത്രം തന്നെ നമുക്ക് ആദ്യം എടുത്തു നോക്കാം. കാരണം ആദ്യത്തെ സിനിമ തന്നെ റോസി എന്ന ഒരു നായികയെ, അന്നത്തെ നായികയെ നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ
നാട്ടി ഓടിച്ചതാണ് മലയാള സിനിമയുടെ ചരിത്രം എന്ന് പറയുന്നത്. അന്ന് തൊട്ടേ ഉണ്ട്, അത് ഇന്നും തുടർന്ന് പോകുന്നു എന്ന് തന്നെ പറയത്തുള്ളൂ. നടനായാലും പിന്നെ ഇപ്പം മറ്റേ മേക്കപ്പ് ചെയ്തിട്ട് കറുപ്പിക്കുക. ശരിക്കും പറഞ്ഞാല് ഇപ്പം ഇന്ദ്രിയത്തിനെയും പൃഥ്വിരാജിനെയും എടുത്ത് നോക്കുക. ഏറ്റവും നല്ല അഭിനയിക്കാൻ കഴിവുള്ള ആർക്കാ? അല്ല, അഭിനയിക്കാൻ കഴിവ് ഇന്ദ്രിയത്തിനാണ് കൂടുതൽ. പക്ഷെ ഏറ്റവും കൂടുതൽ ആരാധന പൃഥ്വിരാജിനാണ്. കാരണം കൂടുതൽ ആൾക്കാർ ചിലർ സൗന്ദര്യത്തെ സ്നേഹിക്കുന്നുണ്ട്, സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. ശരിയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ കഴിവിനെക്കാട്ടി കൂടുതൽ സൗന്ദര്യമാണ്, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ഒരു സംഭവമാണ് നോക്കുന്നത്. കഴിവിനൊന്നും അത്ര പ്രാധാന്യം നൽകുന്നില്ല എന്ന് ഞാൻ പറയും. ചിലപ്പോൾ ആൾക്കാർ എന്നെ തെറി പറയായിരിക്കും, സത്യസന്ധമായ കാര്യമാണത്. എത്രയോ കഴിവുള്ള ആൾക്കാർ പുറത്തുണ്ട്, നിറത്തിന്റെ പേരിൽ തന്നെ മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിലൊക്കെ ഒരുപാട്, ഈ സിനിമ ഫീൽഡ് മാത്രമല്ലെന്ന്, എല്ലാ മേഖലയിലും അങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ കറുപ്പ് നിറമുണ്ട്, വെളുത്ത നിറമുണ്ട്. ഇതിൽ ഏറ്റവും സൗന്ദര്യമുള്ള നിറം ഏതാണ് ചേച്ചിയുടെ ഒരു കോൺസെപ്റ്റിൽ? എൻ്റെ കോൺസെപ്റ്റിൽ കറുപ്പിന് കറുപ്പിൻ്റെതായ സൗന്ദര്യവും വെളുപ്പിന് വെളുപ്പിൻ്റെതായ സൗന്ദര്യവും ഉണ്ട്. ഒരു മനുഷ്യരും സൗന്ദര്യം ഇല്ലാത്തവരല്ല. എല്ലാവർക്കും അതിൻ്റെതായ രീതിയിലുള്ള സൗന്ദര്യം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു കല്യാണം ആലോചിക്കുമ്പോൾ ഒരു പെൺകുട്ടിക്ക് നിറം പോരാ അല്ലെങ്കിൽ ചെക്കൻ നിറം പോരാ എന്നൊക്കെ പറഞ്ഞ് കല്യാണം മുടക്കാറ് അല്ലെങ്കിൽ അത് ഒഴിവാക്കാറുണ്ട്. അതിനെ പറ്റിയാണ് എന്താണ്? അത് അവരുടെ പേഴ്സണൽ കോൺസെപ്റ്റാണ്. ഒരു കറുത്ത ഒരു ലേഡി ചിലപ്പോൾ ഒരു വെളുത്ത ഒരാളെക്കാട്ടിലും കൂടുതൽ ഭംഗി ഉണ്ടാവും കാണാൻ. എൻ്റെ കോൺസെപ്റ്റാണിത്. പിന്നെ ഒരു പുരുഷൻ കറുത്തതായതുകൊണ്ട് മാത്രം അവന് വെളുത്ത പെണ്ണെ കെട്ടിക്കൂടാമെന്നൊന്നുമില്ല. അതൊക്കെ ചുമ്മാതാണ്. ഇപ്പൊ നമ്മൾ മേക്കപ്പ് ചെയ്യാനാണെങ്കിലും വെളുക്കാൻ വേണ്ടിയാണ് മേക്കപ്പ് ചെയ്യണം, അതിന് കറക്കാൻ വേണ്ടി മേക്കപ്പ് ചെയ്യുന്നില്ല. വെളുക്കാൻ വേണ്ടിയല്ല മേക്കപ്പ് ചെയ്യണത്. മേക്കപ്പ് ചെയ്യുന്നത് നമ്മളൊരു ഫെയർ ആയിട്ട് കാണാൻ വേണ്ടി മാത്രമാണ്. കറുപ്പുള്ളവരെയും മേക്കപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ. അതല്ല, ഈ ഇപ്പൊ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും രാവിലെ തന്നെ മറ്റേ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ, ബ്രൈറ്റ് ആയിട്ട് സ്കിൻ ബ്രൈറ്റ് ഒക്കെ ആവാൻ, അല്ലെങ്കിൽ സ്കിൻ ഇച്ചിരി കൂടി തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ചെയ്യാറ്. പക്ഷെ വേറൊരു ഏരിയ, അത് ഈ കറുത്തവര് അങ്ങനെ ഒന്ന് ബ്രൈറ്റ് ചെയ്യാൻ വേണ്ടി നോക്ക്. കറുത്തവരെ ചെയ്യുമ്പം അവരുടെ ആ കറുപ്പിന് 7 അഴകായിട്ട് വരും. അത് ബ്രൈറ്റ്നെസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് അവിടെ ഉള്ളൂ. അല്ലാതെ കറുത്തിരിക്കാൻ വേണ്ടിയിട്ടോ വെളുത്തിരിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ കറുപ്പും വെളുപ്പും എന്നും പറഞ്ഞാൽ ആരെയും തിരിച്ചു കണ്ട കാര്യമൊന്നുമില്ല. എല്ലാം നല്ല കളറുകളാണ്. കറുപ്പും വെളുപ്പും അല്ലാത്തവരില്ലേ, അതിൽ വെള്ളപ്പാണ്ട് കയറി വന്നാൽ എന്ത് ചെയ്യും? അത്രേ ഉള്ളൂ.